നമസ്കാരം. തുടർഭരണം ഉറപ്പിച്ചു. പിണറായി തന്നെ മുഖ്യൻ. പിണറായിയെ തളർത്തുന്നത് അതുമാത്രം. പാർട്ടി തുടർഭരണം നേടിയാൽ പിണറായിക്ക് തടസ്സമായിട്ടുള്ളത് പ്രായാധിക്യം മാത്രമാണ്. അതിലുപരി അദ്ദേഹം ഒരു ക്യാൻസർ അതിജീവതനുമാണ്. ഒടുവിൽ പിണറായിയുടെ രോഗം റിപ്പോർട്ട് ചെയ്ത് പാട്യം ഗോപാലന്റെ മകൻ. പിണറായി ക്യാൻസർ അതിജീവിതൻ. കേരളം ഉറ്റുനോക്കിയ ആ രഹസ്യം ഒടുവിൽ പുറത്തായിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാൻസർ അതിജീവിതനാണ് എന്ന് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടിരിക്കുകയാണ് പ്രമുഖ ദേശീയ വാരികയായിട്ടുള്ള ഓപ്പൺ. ഈ ഓപ്പൺ മാഗസിനിൽ വന്ന വാർത്തയാണിത്. വർഷങ്ങളായി സർക്കാരും CPM-ഉം അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ രോഗവിവരമാണ് ഇപ്പോൾ ഒരു കവർ സ്റ്റോറിയിലൂടെ പരസ്യമായിരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലമാക്കി പ്രസിദ്ധീകരിച്ച ദ പിണറായി ദ പ്ലെബിസൈറ്റ്സ് എന്ന കവർ സ്റ്റോറിയിലാണ് ഈ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുള്ളത്. മുഖ്യമന്ത്രിയെ വാഴ്ത്തപ്പെടുന്ന ലേഖനത്തിനിടയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പരാമർശിക്കുമ്പോഴാണ് ലേഖകൻ NB ഉല്ലേഖ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പാർട്ടി തുടർഭരണം നേടിയാൽ പ്രായാധിക്യം മാത്രമാണ് പിണറായിക്ക് തടസ്സമായിട്ടുള്ളത് എന്നതാണ്. അതിലുപരി അദ്ദേഹം ഒരു ക്യാൻസർ അതിജീവതനുമാണ് എന്ന് ലേഖനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. CPM നേതാവായിരുന്ന പാട്യം ഗോപാലന്റെ മകനും മാസികയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററുമാണ് ഉല്ലേഖ്. മുഖ്യമന്ത്രി എന്തിനാണ് അമേരിക്കയിലെ മിനാസോട്ടയിലുള്ള മയോ ക്ലിനിക്കിൽ ഇടയ്ക്കിടെ സന്ദർശനം നടത്തുന്നത് എന്ന ചോദ്യത്തിന് ഇതുവരെ കൃത്യമായ മറുപടി നൽകാൻ സർക്കാരോ CPM-ഓ തയ്യാറായിരുന്നില്ല. വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷകളിലും നിയമസഭയിലെ ചോദ്യങ്ങളിലും രോഗവിവരം സ്വകാര്യതയാണ് എന്ന സാങ്കേതിക വാദം നിർത്തി സർക്കാർ പ്രതിരോധം തീർക്കുകയായിരുന്നു. എന്നാൽ പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ തന്നെ ഈ വിവരം ഇപ്പോൾ പുറത്തുവിട്ടതോടെ സർക്കാരിന്റെ ഒളിച്ചുകളി അവസാനിച്ചിരിക്കുകയാണ്. 4 തവണ മയോ ക്ലിനിക്കിൽ ചികിത്സാ ചരിത്രം തന്നെ പിണറായിക്കുണ്ട്. 2018 പിണറായി വിജയൻ ആദ്യമായി അമേരിക്കയിൽ ചികിത്സ തേടിപ്പോയത്. തുടർന്ന് 2022 ജനുവരി 2ാമത്തെ സന്ദർശനം നടത്തുന്നു. 2022 ഏപ്രിലിൽ 3ാം ഘട്ട ചികിത്സ. 2025 ഏപ്രിലിൽ ഏറ്റവും ഒടുവിലായി മയോ ക്ലിനിക്കിൽ ചികിത്സ തേടുന്നു. ഇങ്ങനെ ഇതുവരെ 4 തവണയാണ് അദ്ദേഹം മയോ ക്ലിനിക്കിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത്. ഓരോ തവണയും മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ ഭരണം ആർക്ക് കൈമാറണം എന്നതിനെ ചൊല്ലി വിവാദങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും അസുഖം എന്താണ് എന്ന് മാത്രം ആരും വെളിപ്പെടുത്തിയിരുന്നില്ല. പിണറായി വിജയൻ അനായാസം 3ാം തവണയും ഭരണത്തിൽ വരുമെന്നും ഭരണവിരുദ്ധ വികാരം നിലവിലില്ല എന്നുമാണ് ഉല്ലേഖിന്റെ ലേഖനം സമർത്ഥിക്കുന്നത്. സംസ്ഥാനത്ത് മുമ്പെങ്ങുമില്ലാത്ത വികസന കുതിപ്പ് അതുണ്ടായി എന്നും ഇതിന് അമരക്കാരൻ പിണറായിയാണ് എന്ന് ലേഖനം വാദിക്കുന്നു. എന്നാൽ ഇത്രയും വലിയ ഭരണ നേട്ടങ്ങൾക്കിടയിലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഒരു പ്രധാന ഘടകമാണ് എന്ന് ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ക്യാൻസറിനെ അതിജീവിച്ച ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കരുത്തിനെ ലേഖനം പ്രകീർത്തിക്കുമ്പോഴും രോഗം സംബന്ധിച്ച നിഗൂഢത ഇതോടെ നീങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ചികിത്സയ്ക്കായിട്ട് ചെലവാക്കുന്ന തുക പൊതുമുതലാണ് എന്നും അതിനാൽ രോഗവിവരം അറിയുവാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നും കാട്ടി നിരവധി പേർ കോടതിയെയും വിവരാവകാശ കമ്മീഷനെയും സമീപിച്ചിരുന്നു. എന്നാൽ സ്വകാര്യതയുടെ പേരിൽ ഓരോ തവണയും അപേക്ഷകൾ നിരസിക്കപ്പെടുകയായിരുന്നു. RP സഞ്ജീവ് ഗോയങ്ക ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള മാസികയിലൂടെ ഈ വിവരം പുറത്തു വന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഇത്തരമൊരു വെളിപ്പെടുത്തൽ വന്നത് പ്രതിപക്ഷം ആയുധമാക്കാൻ സാധ്യതയുമുണ്ട്. രോഗവിവരം മറച്ചുവെച്ചതിലൂടെ സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്ന ആരോപണം ഉയരുകയും ചെയ്യാം. അതേസമയം ക്യാൻസറിനെ പോലൊരു മാരക രോഗത്തെ അതിജീവിച്ച് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ അനുകൂല തരംഗമാക്കാൻ CPM-ന് കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും തുടർഭരണം ഉറപ്പിച്ചിരിക്കുന്നു പിണറായി തന്നെ മുഖ്യനാവും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. പിണറായിയെ തളർത്തുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രായാധിക്യം മാത്രമാണ്.